നമസ്കാരം. ഇന്ത്യക്ക് വേണ്ടി T20യിൽ ഓപ്പണിംഗ് റോളിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടതിനു ശേഷം ഗംഭീര പ്രകടനമാണ് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ ഫോർമാറ്റിൽ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനം മാത്രമല്ല, ഓപ്പണിംഗ് റോളിലും അദ്ദേഹം ഏറെക്കുറെ ഭദ്രമാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ത്യൻ T20 ടീമിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് തന്നെ മതി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സ്പിന്നറായ പ്രഗ്യാൻ ഓജ. ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരെ നാട്ടിലും പുറത്തുമായി നടന്നിട്ടുള്ള അവസാനത്തെ 2 T20 പരമ്പരകളിലാണ് സഞ്ജു ഓപ്പണറായി കളിക്കാൻ ഇറങ്ങിയത്. ഋഷഭിന്റെയും സ്ഥിരം ഓപ്പണിംഗ് ജോഡികളുടെയും അഭാവമാണ് അദ്ദേഹത്തിന് ഈ റോളിലേക്ക് വഴി തുറന്നത്. സഞ്ജു അത് നന്നായി തന്നെ മുതലാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശസ്ത ആങ്കറായ ശുഭാങ്കർ മിശ്രയുടെ യൂട്യൂബ് ചാനലിൽ അതിഥിയായി വന്നപ്പോഴായിരുന്നു T20യിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറെ കുറിച്ച് പ്രഗ്യാൻ ഓജ സംസാരിച്ചത്. ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ ഇവരിൽ ആരാകണം T20യിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആകേണ്ടത് എന്നായിരുന്നു മിശ്രയുടെ ചോദ്യം. അല്പം ഒന്ന് ആലോചിച്ചതിന് ശേഷമായിരുന്നു ഇതിനോടുള്ള ഓജയുടെ മറുപടി. T20 ഫോർമാറ്റിലെ ബാറ്റിങ്ങിനെ കുറിച്ചല്ല താൻ സംസാരിക്കുന്നത്. വിക്കറ്റ് കീപ്പിന്റെ കാര്യമെടുത്താൽ താൻ തിരഞ്ഞെടുക്കുക ഋഷഭ് പന്തിനെയായിരിക്കും. ഋഷഭ് ടീമിലുണ്ടെങ്കിലും സഞ്ജു സാംസന് ബാറ്ററായി വേണമെങ്കിൽ കളിക്കാം. വിക്കറ്റ് കീപ്പർ റോളിലേക്ക് T20യിൽ താൻ ആദ്യം തിരഞ്ഞെടുക്കുക ഋഷഭിനെ ആയിരിക്കും. അദ്ദേഹത്തിന് ജന്മസിദ്ധമായ ചില കഴിവുണ്ട്. ഋഷഭിൽ സ്പെഷ്യലായി എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട് എന്ന് തനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓജ. ഋഷഭ് പന്തിന്റെ T20 കരിയർ എടുത്താൽ ടെസ്റ്റിലേത് പോലെ ഒരു ഇമ്പാക്ട് ബാറ്റിംഗിൽ ഉണ്ടാക്കാനായിട്ടില്ല എന്നത് കാണാൻ സാധിക്കും. T20യിൽ ശരാശരി പ്രകടനം മാത്രമേ അദ്ദേഹത്തിന് ഇതുവരെ കാഴ്ചവെക്കാനായിട്ടുള്ളൂ. ഓപ്പണറായും വൺ ഡൗണായും മധ്യനിരയിലുമെല്ലാം ഋഷഭ ബാറ്റ് ചെയ്തിട്ടും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ റെക്കോർഡ് അത്ര സന്തോഷിക്കാൻ വക നൽകുന്നതല്ല. 76 T20കളിലായി 66 ഇന്നിംഗ്സുകളിൽ ഋഷഭ് ഇതിനോടകം കളിച്ചു കഴിഞ്ഞു. ഇവയിൽ 23.25 എന്ന മോശം ശരാശരിയിൽ 127.26 സ്ട്രൈക്ക് റേറ്റിൽ 1209 റൺസാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. ഒരു സെഞ്ചുറി പോലും T20യിൽ ഋഷഭിന്റെ പേരിലില്ല. വെറും 3 ഫിഫ്റ്റികൾ മാത്രമേ അദ്ദേഹം ഇതിനോടകം നേടിയിട്ടുള്ളൂ എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉയർന്ന സ്കോർ പുറത്താകാതെ നേടിയ 65 റൺസ് മാത്രവും. ഇന്ത്യ കിരീടം ചൂടിയ കഴിഞ്ഞ T20 ലോകകപ്പിലെ മുഴുവൻ മത്സരങ്ങളിലും ഋഷഭിനെ വൺ ഡൗണായി ഇന്ത്യ പരീക്ഷിച്ചിരുന്നു. ടൂർണമെന്റിന് മുന്നോടിയായുള്ള സന്നാഹത്തിലെ ഏക 50യാണ് താരത്തിന് പ്ലസ് പോയിന്റ് ആയത്. പക്ഷേ T20 ലോകകപ്പിൽ ഫൈനലിൽ ഉൾപ്പെടെ ഫ്ലോപ്പായി മാറിയ ഋഷഭിന് ഒരു 50 പോലും കുറിക്കാൻ സാധിച്ചതുമില്ല. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നുവെങ്കിലും എല്ലാ കളിയിലും ബെഞ്ചിലായിരുന്നു സ്ഥാനം. ഋഷഭ് പന്തുമായി താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജു സാംസന്റെ T20 കരിയർ കൂടുതൽ മികച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓപ്പണിംഗ് റോളിലേക്ക് പ്രൊമോഷൻ ലഭിച്ചതോടെയാണ് അദ്ദേഹം ബാറ്റിംഗ് റെക്കോർഡ് മെച്ചപ്പെടുത്തിയത്. T20യിൽ സെഞ്ചുറി അടിച്ച ഏക ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സഞ്ജുവാണ്. കൂടാതെ തുടർച്ചയായി 2 മത്സരങ്ങളിൽ സെഞ്ചുറിയുള്ള 2 ഇന്ത്യൻ താരങ്ങളിൽ ഒരാളും അദ്ദേഹമാണ്. T20യിൽ 37 മത്സരങ്ങളിലായി 33 ഇന്നിംഗ്സുകളിലാണ് സഞ്ജു ബാറ്റ് ചെയ്തിട്ടുള്ളത്. ഇവയിൽ നിന്നും 27.93 ശരാശരിയിൽ 155.17 സ്ട്രൈക്ക് റേറ്റിൽ 810 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. 3 സെഞ്ചുറികളും 2 ഫിഫ്റ്റികളും അടക്കമാണിത്. ബംഗ്ലാദേശിനെതിരെ നേടിയ 111 റൺസാണ് സഞ്ജുവിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ.